അടൂരിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ മരണം പോലീസിന്റെ മർദ്ദനത്തെ തുടർന്നാണെന്നുള്ള ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. ജോയലിന്റെ കസ്റ്റഡി മരണം പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ നടന്ന ക്രൂരമായ കൊലപാതകമാണെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു. കേസിൽ പുനരന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് 2020 അടൂർ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ കസ്റ്റഡി മരണങ്ങളുടെ തുടർക്കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ, സമ്മതത്തോടെ, ശുപാർശയോടെ പാർട്ടി നേതൃത്വത്തിലെ ആർക്കൊക്കെയോ മറയ്ക്കാനുള്ള അഴിമതി തട്ടിപ്പ് കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു പാർട്ടിയുടെ കേഡറായിട്ടുള്ള മേഖലാ സെക്രട്ടറി ആയിരുന്ന ഒരാളെ ക്രൂരമായി കൊന്നിരിക്കുന്നു. ഇതിൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ട വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പാർട്ടിയും പ്രതിയാണ്, പോലീസും പ്രതിയാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ ക്രൂരമായി മർദ്ദിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർക്കും ഈ ജില്ലയിലെ CPM നേതാക്കന്മാർക്കും എല്ലാവർക്കും, അദ്ദേഹത്തിന്റെ പിതാവ് ജോയിയും പിതാവിന്റെ സഹോദരി കുഞ്ഞമ്മയും നിരവധി പരാതികൾ കൊടുത്തിട്ട് അന്ന് സർക്കിളായിരുന്ന U ബിജുവിനെയോ ആ കേസിൽ പ്രതിസ്ഥാനത്ത് വന്ന പോലീസുകാരെയോ നടപടിയെടുത്ത് പുറത്താക്കാനോ അത് അന്വേഷിക്കാനോ ആരും തയ്യാറായിട്ടില്ല.